എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പരിപാടിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഫാദർ ഗബ്രിയേൽ അമോർത്ത് രചിച്ച ഒരു ഭൂതോച്ചാടകൻ്റെ അനുഭവങ്ങൾ എന്ന ഈ ഗ്രന്ഥമാണ്. സോഫിയ ബുക്സ് പ്രസിദ്ധം ചെയ്തതാണ് ഈ പുസ്തകം. ഇറ്റാലിയൻ ഭാഷയിൽ എഴുതപ്പെടുകയും ഒട്ടേറെ യൂറോപ്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണിത്. ഫാദർ ഗബ്രിയേൽ അമോർത്ത് മാർപ്പാപ്പ നിയോഗിച്ച പ്രത്യേക ഭൂതോച്ചാടകനായിരുന്നു. 30 വർഷക്കാലം ഭൂതോച്ചാടന ശുശ്രൂഷ നിർവഹിക്കുകയും തൻ്റെ ആ ശുശ്രൂഷ കാലയളവിൽ ഏകദേശം 30,000-ലധികം ഭൂതോച്ചാടനങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത്. വളരെ പ്രസിദ്ധനായ ഈ ഭൂതോച്ചാടകൻ്റെ ജീവിതത്തിലെ വളരെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാവേളകളിൽ അദ്ദേഹം നേരിട്ട വ്യത്യസ്തങ്ങളായ ആത്മീയ അനുഭവങ്ങളുമൊക്കെ ഉൾച്ചേർത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു ഗ്രന്ഥമാണ് ഒരു ഭൂതോച്ചാടകൻ്റെ അനുഭവങ്ങൾ എന്ന ഈ ഗ്രന്ഥം. പിശാചുബാധയും പൈശാചിക ഉപദ്രവങ്ങളും വെറും അന്ധവിശ്വാസമോ മാനസിക പ്രശ്നമോ അല്ലെന്നും പ്രത്യുത ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്നും വ്യക്തമാക്കുന്ന ഒരു ഉജ്ജ്വല കൃതിയാണ് ഇത്. കാരണമറിയാത്ത പ്രശ്നങ്ങളുടെയും ദുരന്തങ്ങളുടെയും മുന്നിൽ പതറി നിൽക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും വിടുതലിൻ്റെ സദ്വാർത്തയുമായി ഈ ഗ്രന്ഥം അവതരിച്ചിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചത്തിന്മേലുള്ള ക്രിസ്തുവിൻ്റെ അനന്യമായ അധികാരവും ശക്തിയും വെളിവാക്കുന്നതോടൊപ്പം സമൂഹത്തിലുള്ള സാത്താൻ്റെ സാന്നിധ്യവും അവൻ്റെ ദുഷ്ടതന്ത്രങ്ങളും ഫാദർ അമോർത്ത് ഈ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഈ ഗ്രന്ഥം സമകാലിക ജീവിത സാഹചര്യങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില വസ്തുതകളെയാണ് നമുക്ക് മുമ്പിലേക്ക് വെളിപ്പെടുത്തുക. ഓരോ കാലഘട്ടത്തിലും പൈശാചിക ശക്തികൾ സമൂഹത്തിൽ ഇടപെടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളിലൂടെയും വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെയും പൈശാചിക ശക്തികളുടെ സ്വാധീനം പല വിധത്തിൽ ഇന്ന് പലരിലും പ്രകടമാണ്. എന്നാൽ ഈ സ്വാധീന മേഖലകളെ വിവേകത്തോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ കുറച്ചുകൂടെ കരുതലെടുക്കുവാനും ഒരു ആത്മീയ യാഥാർത്ഥ്യമായ പൈശാചിക അരൂപിയുടെ പ്രവർത്തനങ്ങളെ ഏറെ വിവേകത്തോടുകൂടെ നേരിട്ടുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക പ്രതിസന്ധികളെ മറികടക്കാനുമുള്ള ചില ഓർമ്മപ്പെടുത്തലുകളായി ഈ ഗ്രന്ഥം നമുക്ക് മുമ്പിലേക്ക് മാറുകയാണ്. വത്തിക്കാൻ്റെ ഔദ്യോഗിക ഭൂതോച്ചാടകനായ ഫാദർ ഗബ്രിയേൽ അമോർത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ദ പോപ്പ് എക്സോസിസ്റ്റ് എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ വളരെ മനോഹരമായൊരു രംഗമുണ്ട്. ഫാദർ ഗബ്രിയേൽ അമോർത്ത് ഒരു ബാലനിൽ ആവേശിച്ച പൈശാചിക അരൂപിയെ ബഹിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ് ആ രംഗം. പിശാചുബാധയേറ്റ ഈ ബാലനുമായി അദ്ദേഹം സംവദിക്കുന്ന ഘട്ടത്തിൽ ആ ബാലൻ്റെ അമ്മ വന്ന് ഗബ്രിയേൽ അമോർത്ത് എന്ന ഈ വൈദികനോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: എങ്ങനെയാണ് ഈ കുഞ്ഞിൽ പൈശാചിക അരൂപി കടന്നു വന്നത്? ആ ബാലൻ്റെ പിതാവ് മരിച്ചതായി ആ സിനിമയിൽ സൂചനയുണ്ട്. ഒരു അപകടത്തിൽ മരിച്ചുപോയ ഈ പിതാവിനെക്കുറിച്ചുള്ള ഒത്തിരിയേറെ വേട്ടയാടുന്ന ഓർമ്മകൾ ഈ ബാലനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഈ വേദനയുടെ മുറിവുകളിലൂടെയാണ് ഈ കുട്ടിയിലേക്ക് പൈശാചിക അരൂപി കടന്നു വന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദുരാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് അവൻ്റെ ഏറ്റവും ബലഹീനമായ മനുഷ്യപ്രകൃതിയിലൂടെയാണ്, അല്ലെങ്കിൽ അവനെ വേട്ടയാടുന്ന ഏതെങ്കിലുമൊക്കെ ബലഹീനതകളുടെ രൂപത്തിലായിരിക്കാം അവനിലേക്ക് പൈശാചിക ശക്തി കടന്നു വരുന്നത് എന്നാണ്. പലപ്പോഴും പല വ്യക്തികളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്,
എങ്ങനെയാണ് ഒരു വ്യക്തിയെ പിശാച് ബാധിക്കുക, അല്ലെങ്കിൽ പൈശാചിക അരൂപി ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവെന്താണ് എന്നൊക്കെ ചിലർ കൗതുകത്തോടു കൂടി ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഗബ്രിയേൽ അമോർത്ത് എന്ന ഈ വൈദികൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ ഈ പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇതേ യാഥാർത്ഥ്യത്തിൻ്റെ വ്യത്യസ്തമായ ഓർമ്മപ്പെടുത്തലുകൾ ഈ ഗ്രന്ഥത്തിലുള്ളതായി കാണാൻ സാധിക്കും. ഒരു വ്യക്തിയിലേക്ക് വളരെ അപ്രതീക്ഷിതമെന്ന് തോന്നുന്ന വഴികളിലൂടെയായിരിക്കാം പൈശാചിക അരൂപി കടന്നു വരിക. അതുകൊണ്ട് എത്രമേൽ ജാഗ്രത ഈ കാലഘട്ടത്തിൽ നമ്മൾ പുലർത്തിയെങ്കിൽ മാത്രമാണ് നൈർമല്യത്തോടും വിശുദ്ധിയോടും കൂടെയുള്ളൊരു ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു ഭാഷ്യം ഈ പുസ്തകത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രസാധകക്കുറിപ്പിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്: മനഃശാസ്ത്രത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും നേട്ടങ്ങളുടെ വെളിച്ചത്തിൽ പിശാച് ഒരു കെട്ടുകഥയും അന്ധവിശ്വാസവുമാണെന്ന് വാദിക്കുന്നവരുടെ എണ്ണം സഭയ്ക്കകത്തും പുറത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നമുക്കറിയാം, ഇന്ന് അറിവിൻ്റെ മേഖല ഒത്തിരിയേറെ വിപുലമായൊരു കാലഘട്ടമാണ്. അറിവിൻ്റെ ആധിക്യത്തിൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കാനുള്ളൊരു പ്രവണത ഇന്ന് വിശ്വാസ സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കെട്ടുകഥകളാണെന്നും ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നുമൊക്കെ വാദിച്ചുകൊണ്ട് ഇതിനെ ഗൗനിക്കാതെ കടന്നു പോകുന്ന പ്രവണതകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ബോധ്യം ഈ മേഖലയിൽ പകർന്നു കൊടുത്തില്ലെങ്കിൽ വരും തലമുറകളിലേക്ക് പോലും വിശ്വാസത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാനും പൈശാചിക അരൂപികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അപകടകരമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുമൊക്കെ ഈ കാലഘട്ടത്തിലെ വ്യക്തികൾക്ക് പ്രവണതയുണ്ടാകും എന്നും അത് ഭാവിയുടെ വിശ്വാസ ജീവിതത്തെയും ബാധിച്ചേക്കാമെന്നതും നമ്മൾ തിരിച്ചറിയുവാൻ ഈ ഗ്രന്ഥം ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട്. പലപ്പോഴും ഈ പ്രസാധക്കുറിപ്പിൽ അടയാളപ്പെടുത്തിയതുപോലെ തന്നെയാണ് മനഃശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒക്കെ പുരോഗതി പ്രാപിച്ചതിൻ്റെ ഫലമായി ഇത്തരത്തിൽ പൈശാചിക അരൂപിയെ ഒരു കെട്ടുകഥയായി പരിവർത്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു കെട്ടുകഥയായി അവതരിപ്പിക്കുന്ന പ്രവണത ഇന്ന് വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് 1972 നവംബർ 15 പോൾ ആറാമൻ മാർപ്പാപ്പ നൽകിയ ഒരു സന്ദേശത്തിൻ്റെ പ്രസക്തി ഉയർന്നു വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്: പിശാചുകളെക്കുറിച്ചും വ്യക്തികളുടെ ജീവിതത്തിലും സമൂഹങ്ങളിലും സംഭവങ്ങളിലും അവയ്ക്ക് ചെലുത്താനാകുന്ന സ്വാധീനങ്ങളെക്കുറിച്ചുമുള്ള പഠനം കത്തോലിക്ക പ്രബോധനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടവയിലൊന്നാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഇത് പ്രായോഗികമായി അവഗണിക്കപ്പെടുകയാണ്. നാം അത് വീണ്ടും ആരംഭിക്കുകയും പഠിക്കുകയും വേണം. പൈശാചിക ശക്തി എന്ന ആ ആത്മീയ യാഥാർത്ഥ്യത്തെ വളരെ കരുതലോടുകൂടി അറിഞ്ഞ് അതിനുവേണ്ട മുൻകരുതൽ എടുത്തില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം പ്രതിസന്ധിയിലേക്ക് പോകും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പോൾ ആറാമൻ മാർപ്പാപ്പ നൽകിയ ഈ സന്ദേശം. ഈ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഗ്രന്ഥം വായിക്കേണ്ടത് വളരെ അനിവാര്യമാണെന്നുള്ള ഒരു വസ്തുതയാണ് ഈ ഗ്രന്ഥപാരായണത്തിന് ശേഷം എനിക്ക് തോന്നിയത്. സാത്താൻ ഇല്ലായിരുന്നുവെങ്കിൽ ദൈവം മനുഷ്യാവതാരം ചെയ്യുകയും കുരിശിൽ മരിക്കുകയും ചെയ്യേണ്ടി വരികയില്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം പൈശാചിക ശക്തികൾക്ക് മേലുള്ള അധികാരമായിരുന്നു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഒക്കെ സംഭവിച്ചത്. പിശാച് ഉണ്ടെന്ന് അംഗീകരിക്കുന്നവരിൽ പലരും തന്നെ പ്രായോഗിക തലത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളെ ഉൾക്കൊള്ളാൻ വിമുഖത കാണിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു അപകടമാണ്. വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ടാകുന്ന പൈശാചിക ഉത്ഭവമുള്ള സംഗതികളെ തിരിച്ചറിയുവാനും നിർവീര്യമാക്കാനും നാം പരിശ്രമിക്കാത്തതിനാൽ തിന്മ നിരന്തരം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിയാത്ത പ്രശ്നങ്ങളും പരിഹാരം കാണാൻ കഴിയാതെ തുടരുന്ന ദുരിതങ്ങളും മനുഷ്യരെ മന്ത്രവാദത്തിലേക്കും നിഗൂഢവിദ്യകളിലേക്കുമൊക്കെ നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗ്രന്ഥം വായിച്ച് കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു സംഭവമുണ്ട്. ഞാനൊരു ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പങ്കുവച്ച ഒരു അനുഭവമാണ്. UKG-യിലാണ് അദ്ദേഹത്തിൻ്റെ മകൾ പഠിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ചലച്ചിത്രത്തിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുഞ്ഞും അവരുടെ കൂട്ടുകാരും കൂടി ചേർന്ന് അവരുടെ വിദ്യാലയത്തിൽ പോയി ഓജാ ബോർഡിനെക്കുറിച്ച് സംസാരിക്കുകയും ആ ഓജാ ബോർഡിൻ്റെ സമാനമായ
ചിത്രം അവരുടെ ഭാവനയിൽ രൂപപ്പെട്ടു വന്നത് അവരൊരു പേപ്പറിൽ വരച്ചിട്ട് അവർ ഈ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഇത് വലിയൊരു ഭീഷണിയായി മാറുകയാണ്. പുതിയ കാലഘട്ടത്തിലുണ്ടാകുന്ന പല ചലച്ചിത്രങ്ങളും ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒത്തിരിയേറെ ചലച്ചിത്രങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ അനുദിനം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മുടെ പുതിയ തലമുറയിലെ പല കുട്ടികളെയും സ്വാധീനിക്കുകയും അവരിൽ പലരും ഇത്തരത്തിലുള്ള നിഗൂഢ വിദ്യകളുടെ സാധ്യതകളെക്കുറിച്ച് ഇൻ്റർനെറ്റിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകാനുള്ളൊരു കൗതുകം അവരിൽ ജനിക്കുന്ന ഒരു കാലഘട്ടം. ഓർക്കണം, UKG പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിലാണ് ഈ ഓജാ ബോർഡിനെ കുറിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെടുന്നത്. ഇന്ന് പലപ്പോഴും ഇത്തരത്തിലൂടെ നിഗൂഢമായ പൈശാചികത നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കൗതുകം ഏറെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെ ഇത്തരം ആത്മീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പൈശാചിക ശക്തികളുടെ സ്വാധീനം ആത്മീയ ജീവിതത്തിൽ സൃഷ്ടിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചുമൊക്കെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വരും കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകളെ അത് വലിയ തോതിൽ ആത്മീയ ശോഷണത്തിലേക്ക് നയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യവും ഇതാണ്. വളരെ സസൂക്ഷ്മം ഈ ഗ്രന്ഥത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഭൂതോച്ചാടന അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഫാദർ ഗബ്രിയേൽ അമോർത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ നാൾവഴി രേഖകൾ എന്ന നിലയിൽ ഈ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്രദർ ബെന്നി പുന്നത്തറ എഴുതിയ ആത്മാവിൻ്റെ പ്രതിധ്വനികൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു കാര്യം ഓർമ്മ വരികയാണ്. എങ്ങനെയാണ് പൈശാചിക അരൂപി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുവാനുള്ള വഴികൾ തീർക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായൊരു ചിന്ത പകർന്നു നൽകിയ ഒരു ഭാഗമായിരുന്നു ആ ലേഖനത്തിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ അനുഭവരേഖ അടയാളപ്പെടുത്തുക. ഒരിക്കൽ പൈശാചിക ശക്തികളെക്കുറിച്ചും അത് മനുഷ്യജീവിതത്തിൽ ചൊലുത്തുന്ന അപകടകരമായ സ്വാധീനങ്ങളെക്കുറിച്ചുമൊക്കെ മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു പുസ്തക രചന നടത്തുവാനായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം വന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പുസ്തകം രചിക്കുമ്പോൾ അതിൻ്റെ ഓരോ അധ്യായങ്ങളിലും എന്തെല്ലാം കാര്യങ്ങളാണ് പരാമർശിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു എന്നാണ് പറയുക. അങ്ങനെ കുറച്ച് നാളുകൾ ആ ഗ്രന്ഥത്തിൻ്റെ രൂപപ്പെടലിന് ആവശ്യമായിട്ടുള്ള അതിലെ ഓരോ അധ്യായങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണകൾ സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ചിന്തകളിൽ മുഴുകിയെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നീടൊരു ഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ആത്മീയ ഉൾക്കാഴ്ച ഇതായിരുന്നു: യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥരചന പിശാചിൻ്റെ ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു. അവൻ്റെ സജീവ സ്മരണ ഒരു വ്യക്തിയിൽ എപ്പോഴും നിലനിർത്താൻ വേണ്ടി, ആ വ്യക്തിയുടെ ആത്മാവിലേക്ക് കയറിക്കൂടുവാൻ വേണ്ടി പിശാച് രൂപപ്പെടുത്തിയ ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ പുസ്തകരചന എന്ന് അദ്ദേഹത്തിന് ആത്മീയ ബോധ്യം ലഭിച്ചുവെന്നും അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞുവെന്നുമാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചിരുന്നത്. എനിക്ക് തോന്നി ആ അനുഭവം വായിച്ചപ്പോൾ, ഈ ഗ്രന്ഥത്തിലൂടെ കടന്നുപോയപ്പോൾ ഈ അനുഭവം എൻ്റെ ഓർമ്മകളിലേക്ക് വന്നു. കാരണം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്ത ചില വഴികളിലൂടെയാണ് പിശാച് ഓരോ മനുഷ്യനിലേക്കും കടന്നുകൂടുക. ഒരു പക്ഷേ അത് ചില ആന്തരിക മുറിവിൻ്റെ ലോകങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അത് അപകർഷതാബോധത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തി ഏർപ്പെട്ടിരിക്കുന്ന മാരകമായ ചില പാപബന്ധങ്ങളിലൂടെ ആയിരിക്കാം, അത് ജഡത്തിൻ്റെ അരൂപികളിലൂടെയോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏതെല്ലാം പാപത്തിൻ്റെ വഴികളുണ്ടോ ആ വഴികളിലൂടെയൊക്കെ ഓരോ ഘട്ടം ഘട്ടമായി ഈ പൈശാചിക രൂപി നമ്മളിൽ ഭരണം നടത്തിയെന്ന് വരാം. പക്ഷെ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങൾ നേടിയെടുക്കാനുമൊക്കെ നമ്മൾ വിമുഖത കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ആത്മീയ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഗ്രന്ഥത്തിൽ പല അധ്യായങ്ങളിലായി ഗബ്രിയേൽ അമോർത്ത് ഒത്തിരിയേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭൂതോച്ചാടന ജീവിതത്തിൻ്റെ ആ ശുശ്രൂഷയുടെ മേഖലകളിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒത്തിരിയേറെ ഓർമ്മപ്പെടുത്തലുകൾ അദ്ദേഹം നൽകുന്നുണ്ട്. എന്തെല്ലാം ജാഗ്രതയാണ് പൈശാചിക അരൂപിയിൽ നിന്ന് നമ്മളെ സ്വയം സംരക്ഷിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിലെ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി അദ്ദേഹം പറയുന്ന
ഒരു വസ്തുത ഇതാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരിൽ ഭരമേൽപ്പിച്ചൊരു ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ് പിശാചുകളെ ബഹിഷ്കരിക്കുക എന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലുമൊക്കെ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി തൻ്റെ ശിഷ്യരെ പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. ഭൂതോച്ചാടനം എന്ന് പറയുന്ന ഈ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്ന നിമിഷങ്ങളിലൊക്കെ അദ്ദേഹം പറയുകയാണ്, വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ഓരോ വ്യക്തിയിലേക്കും ഈ പൈശാചിക അരൂപി കടന്നു വന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ പൈശാചിക ശക്തികളുടെ സ്വാധീനഫലമായി അവരിൽ രൂപപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനസിക സംഘർഷങ്ങളും ആധ്യാത്മിക സംഘർഷങ്ങളും എന്തൊക്കെയാണെന്നും ഒക്കെ അദ്ദേഹം ഈ ഓരോ അധ്യായത്തിലെയും വ്യത്യസ്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പ്രസ്താവിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: ചില ഭൂതോച്ചാടനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈ യേശുനാമ ശക്തിയുടെ ആ വലിയ അത്ഭുതാവഹമായ അനുഭവം, അല്ലെങ്കിൽ യേശുനാമ ശക്തി ഏറ്റുപറഞ്ഞുകൊണ്ട് ആ നിമിഷങ്ങളിൽ പൈശാചിക അരൂപി ഇവരെ വിട്ടുപോകുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന സമയത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന വലിയൊരു ആത്മീയ നിർവൃതിയെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ ഇദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിനുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും എന്ന് പറയുന്ന ആ ഭാഗം ഉച്ചരിച്ചുകൊണ്ട് ഭൂതോച്ചാടനത്തിൻ്റെ വേളയിൽ ആ റൂമിലായിരിക്കുന്നവരും അദ്ദേഹവും ഒപ്പം ഈ പൈശാചിക അരൂപി ആവേശിച്ച വ്യക്തിയുമൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അവിടെ രൂപപ്പെടുന്ന വലിയൊരു ആത്മീയ അനുഭവം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുക. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം സാത്താനെക്കുറിച്ച് എന്താണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. തിന്മയെന്ന അവ്യക്തമായ ആശയം മാത്രമാണ് സാത്താൻ എന്ന് വാദിക്കുന്ന ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർക്ക് തെറ്റി. അവരുടേത് ശുദ്ധ പാഷണ്ഡതയാണ്. അതായത് ബൈബിളിനും സഭാപിതാക്കന്മാർക്കും സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിനും സ്പഷ്ടമായി എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഘട്ടങ്ങളിൽ ദൈവശാസ്ത്രത്തിന് പോലും സംഭവിക്കുന്ന ചില പരിമിതികളെയും തെറ്റിദ്ധാരണകളെയും നിശിതമായി വിമർശിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം. പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ വളർച്ച പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ പൈശാചിക അരൂപിയെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നിരർത്ഥകമാണ് എന്നുള്ള രീതിയിലേക്ക് ചില വ്യാഖ്യാനങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനം ദൈവശാസ്ത്രത്തിൽ പോലും ഉണ്ട് എന്നാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത് ഇവിടെ വിവക്ഷിക്കുന്നത്. തുടർന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം വളരെ വിശദമായി പൈശാചിക അരൂപിയുടെ സ്വാധീനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവശാസ്ത്ര അവബോധങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. പിശാചിനെതിരായുള്ള വിശുദ്ധ മിഖായേലിൻ്റെ പോരാട്ടം, അല്ലെങ്കിൽ വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമായി ഈ ഗ്രന്ഥത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം സാത്താൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്, അതിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനായ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവ് നൽകുന്ന ഒരു മേഖലയാണ്. പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് പൈശാചിക അരൂപി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കടന്നു വരുന്നതിൻ്റെ തെളിവായിട്ട് എന്തൊക്കെ ഭാവഭേദങ്ങളാണ് ഒരു വ്യക്തിയിൽ രൂപപ്പെടുക. ഇതിനെക്കുറിച്ച് പലർക്കും അജ്ഞതയുണ്ട്. തീർച്ചയായിട്ടും ആ അജ്ഞതകളെ മറികടക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സാത്താൻ്റെ വിവിധങ്ങളായ പ്രവർത്തന മേഖലകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അതിൽ സാധാരണമായ പ്രവർത്തനങ്ങളുണ്ട്. പിശാചുകളുടെ തികച്ചും പൊതുവായ പ്രവൃത്തിയായ പ്രലോഭനമാണിത്. പ്രലോഭനത്തിൻ്റെ മേഖലയിലൂടെ എങ്ങനെയാണ് പിശാച് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുക. അതാണ് സാധാരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ്, എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു മനുഷ്യരിലേക്ക് പ്രലോഭനത്തിൻ്റേതായ രൂപത്തിൽ കടന്നു വരുന്ന തലങ്ങളെക്കുറിച്ച്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, സാത്താൻ സൃഷ്ടിക്കുന്ന ബാഹ്യമായ ശാരീരിക വേദനകൾ. ചിലരെയെങ്കിലും പൈശാചിക രൂപി ചില ശാരീരിക രോഗങ്ങളുടെ അല്ലെങ്കിൽ വേദനകളുടെ രൂപത്തിൽ കടന്നാക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിൻ്റെ മേഖലകൾ രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുക. തുടർന്ന് പൈശാചിക ബാധ എങ്ങനെയാണ് ഒരു മനുഷ്യരിലുണ്ട് എന്നതിൻ്റെ തിരിച്ചറിയാൻ സാധിക്കുന്ന ചില സൂചനകളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത്തരം ഘട്ടത്തിൽ എക്സോസിസ്റ്റ് പോലുള്ള സിനിമകളിൽ അവതരിപ്പിക്കുന്ന വിധത്തിലുള്ള സ്വാധീനങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുമോ, അത് യാഥാർത്ഥ്യമാണോ, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്.
പിന്നെ പൈശാചിക പീഡനത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പൈശാചിക അരൂപിയുടെ പ്രവർത്തനങ്ങൾ എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായ രീതിയിൽ വളരെ ആധികാരികമായി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഏതെല്ലാം മേഖലകളിലൂടെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരാം, പൈശാചിക ആക്രമണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക, എങ്ങനെയാണ് പിശാചിന് വ്യക്തി അടിമ വയ്ക്കപ്പെടുന്നത് തുടങ്ങിയ മേഖലകളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നു. ഇനി മാലാഖമാരുടെ ദൗത്യം എന്താണ്? മാലാഖമാരുടെ ദൗത്യം ഈ പൈശാചിക ശക്തിയിൽ നിന്ന് വിമോചനം ലഭിക്കാൻ മാലാഖമാരുടെ സ്വാധീനം എത്രത്തോളം നമ്മളെ സഹായിക്കും എന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം ഇതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. പൈശാചിക ശക്തികളിൽ നിന്ന് ഒരു വ്യക്തിക്ക് വിമോചനം ലഭിക്കാൻ കുംഭസാരത്തിൻ്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ലിയോ 13 പാപ്പായുടെ പിശാചിനെക്കുറിച്ചുള്ള ദർശനങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. പ്രത്യേകിച്ച് ലിയോ 13 മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം രചിച്ച പൈശാചിക ശക്തികൾക്കെതിരെ രചിച്ച ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായി ആ ഭാഗങ്ങൾ നമുക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രതിപാദിക്കുന്ന ഒരു കാര്യം ഇതാണ്, പിശാചിൻ്റെ ദാനങ്ങൾ എന്ന പേരിലൊരു ഭാഗം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തിക്ക് അടിമയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ക്രമേണ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുള്ള അപകടങ്ങളെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പുകൾ ഫാദർ ഗബ്രിയേൽ അമോർത്ത് ഈ ഗ്രന്ഥത്തിലൂടെ നൽകുന്നുണ്ട്. തുടർന്ന് ഭൂതോച്ചാടനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ കൗദാശികമായ ആ ഭൂതോച്ചാടന ഘട്ടങ്ങളെ എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ഭൂതോച്ചാടന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രാർത്ഥനയും കുർബാനയുമൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം പൈശാചിക ശക്തിയെ അതിജീവിക്കാൻ അനിവാര്യമാണ് എന്നതിനെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു അധ്യായം ഈ ഗ്രന്ഥത്തിലുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതാണ് സാധാരണക്കാരായ വായനക്കാർ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കേണ്ട ഒരു ഭാഗം. കൗദാശിക ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയില്ലെങ്കിൽ പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എത്രത്തോളം ദുഷ്കരമായിരിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് സാധാരണക്കാരായ മനുഷ്യർക്ക് ഒത്തിരിയേറെ ഉൾക്കാഴ്ച നൽകുന്ന വിധത്തിൽ കൗദാശിക ജീവിതത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ മനോഹരമായി ഈ ഗ്രന്ഥത്തിൽ ഫാദർ ഗബ്രിയേൽ അമോർത്ത് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബെനഡിക്റ്റൻ കാശുരൂപം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുമ്പോൾ അത് പൈശാചിക ശക്തിക്കെതിരെ ചെറുത്ത് നിൽക്കുവാൻ നമ്മളെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പിശാചിനെ ഭയമോ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രതികരണം എന്ന പേരിൽ ഒരു അധ്യായം എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ യുക്തിരഹിതമായി പിശാചിനെ ഭയക്കുന്നവർക്കായി ആബിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മകഥയിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ അമ്മ ത്രേസ്യ പറയുന്നൊരു കാര്യം ഇതാണ്, ഒരിക്കലും പൈശാചിക ശക്തികളെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ആന്തരിക വിശുദ്ധിയിലൂടെ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് സധൈര്യം ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. എന്നിട്ട് അമ്മ ത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കരങ്ങളിൽ കുരിശെടുത്തു. യഥാർത്ഥത്തിൽ ദൈവം എനിക്ക് വലിയ ധൈര്യം തന്നു. കാരണം അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു വ്യക്തിയായതുപോലെ തോന്നി. ശാരീരികമായി അവരെ നേരിടാൻ ഞാൻ ഭയപ്പെടുകയില്ല. ആ കുരിശുകൊണ്ട് വളരെ എളുപ്പത്തിൽ അവരെയെല്ലാം ഞാൻ കീഴടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എല്ലാവരും വരുവിൻ, കർത്താവിൻ്റെ ദാസി എന്ന നിലയിൽ എനിക്കെതിരെ നിങ്ങൾക്കെന്തു ചെയ്യാനാകുമെന്ന് എനിക്ക് കാണണം. പൈശാചിക ശക്തികൾ പല വിധത്തിൽ നമ്മളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ നമുക്ക് വലിയൊരു പ്രചോദനമായി മാറുകയാണ്. ഇങ്ങനെ ഈ ഗ്രന്ഥം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ പൈശാചിക അരൂപിക്കെതിരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒത്തിരിയേറെ ഉൾക്കാഴ്ചകൾ ഈ ഗ്രന്ഥത്തിന് നൽകാൻ സാധിക്കും. ഈ ഗ്രന്ഥത്തിലെ മുഴുവൻ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് നിങ്ങളുടെ വായനയെ ഞാൻ തടസ്സപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലെ പ്രധാനമെന്ന് തോന്നിയ ചില മേഖലകളും ചില പരിസരങ്ങളുമൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ കോപ്പി നിങ്ങൾ മേടിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഒരു ഭൂതോച്ചാടകൻ്റെ അനുഭവങ്ങളെന്ന ഫാദർ ഗബ്രിയേൽ അമോർത്തിൻ്റെ ഈ ഗ്രന്ഥം നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ
ഏതെല്ലാം വിധത്തിലാണ് പൈശാചിക ശക്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ ആധ്യാത്മിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് എന്നും, പ്രത്യേകിച്ച് മന്ത്രവാദത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ചായിരിക്കാം, വ്യക്തികളിൽ പൈശാചിക ശക്തികളുടെ സ്വാധീനം ഉണ്ടാകുന്നതിനെക്കുറിച്ചായിരിക്കാം, അതല്ലെങ്കിൽ വ്യത്യസ്തമായ കലകളിലൂടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വാധീനങ്ങളിലൂടെ, ചില വസ്തുക്കളുടെ സ്വാധീനങ്ങളിലൂടെയൊക്കെ പിശാച് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഭരണം നടത്തുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ പകർന്നു നൽകുവാൻ ഗബ്രിയേൽ അമോർത്ത് എന്ന ഈ വൈദികൻ്റെ, ഈ ഭൂതോച്ചാടകനായ വൈദികൻ്റെ അനുഭവക്കുറിപ്പുകൾ നമുക്ക് സഹായകമാണ്. തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം നിങ്ങൾ വാങ്ങിക്കുകയും വളരെ വ്യക്തതയോടുകൂടെ നിങ്ങൾ ഇതിലൂടെ കടന്നു പോവുകയും ചെയ്യണം. ഇത് പലപ്പോഴും നമ്മുടെ ചുറ്റിലുമുള്ള ആത്മീയ പ്രതിസന്ധികൾക്ക്, പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾക്കുമേൽ കരുതലോടുകൂടി ജീവിക്കാനുള്ളൊരു ശക്തിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഈ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് ഭൂതോച്ചാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ആന്തരിക സൗഖ്യത്തിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ക്ഷുദ്രവിദ്യകൾക്കെതിരായുള്ള പ്രാർത്ഥനകളുമൊക്കെ ഉൾച്ചേർത്തിട്ടുണ്ട് എന്നതും ഈ ഗ്രന്ഥം നമുക്ക് കൂടുതൽ സഹായകരമാകുവാൻ കാരണമാണ്. തീർച്ചയായും നിങ്ങൾ ഈ ഗ്രന്ഥം വായിക്കുകയും ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തി നമുക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്ന അപകടം പിടിച്ച വഴികളെ ജാഗ്രതയോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വാധീന വലയങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു വെളിച്ചമായി ഈ ഗ്രന്ഥം മാറട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ആത്മീയ ഗ്രന്ഥവുമായി നമുക്ക് കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടെ ഏവർക്കും നന്ദി, നമസ്കാരം.